റോഡ് പണിയാണ്. വലതുവശത്തേക്ക് തിരിഞ്ഞു പോകാൻ ബോർഡും വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ തിരിഞ്ഞു പോയേക്കാം. നമ്മളിനി ഒരുപാട് നേരം ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനറിഞ്ഞിടത്തോളം ഇതൊരു പുണ്യപ്രവർത്തിക്ക് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. നമ്മൾ പാപനാശിനിയിൽ ഒഴുക്കാൻ കൊണ്ടുപോകുന്നത് വിഷ്ണുവിന്റെ ചിതാഭസ്മമാണല്ലേ? അല്ല, പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട. പോകുന്ന പോക്കിൽ വല്ല പോലീസുകാരൻ തടഞ്ഞു നിർത്തിയാല് എവിടെ പോകുന്നു എന്നുള്ള ചോദ്യത്തിന് രണ്ടുപേരും രണ്ടുത്തരം പറയണ്ടല്ലോ എന്ന് വിചാരിച്ച് ചോദിച്ചതാ. കളക്ടറാണ് കൂടെയുള്ളത്. അപ്പൊ പിന്നെ ഡ്രൈവറോട് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ട കാര്യമില്ലല്ലോ. ഓ അങ്ങനെ. എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. സംശയം ശരിയാണ്. ഈ ചിതാഭസ്മം എന്റെ വിഷ്ണുവേട്ടന്റെ. ഇത് പാപനാശിനിയിൽ ഒഴുക്കി വിഷ്ണുവേട്ടന്റെ ആത്മാവിന് മോക്ഷം കൊടുക്കുക. അതിനുവേണ്ടിയായി യാത്ര. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ഏയ് ഇല്ല. അപ്പൊ എന്റെ താൽക്കാലിക വേക്കൻസി ഇനി എവിടെ തുടരേണ്ടി വരുമെന്ന് ചുരുക്കം. മനസ്സിലായില്ല. അല്ല, സത്യാമ്മ പറഞ്ഞത് വിഷ്ണു വരുന്നത് വരെ ഈ ജോലി നോക്കണമെന്നാ. ഇനിയിപ്പോ ഇത് തുടർന്നു കൊണ്ടുപോണ്ടി വരില്ലേ? അതിന് ഈ ജോലിക്ക് വരാതിരുന്നാലും മതിയല്ലോ. മകൻ എന്തെങ്കിലും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഒരച്ഛനും അമ്മയും അവര്. അവരുടെ സങ്കടം കാണാതിരിക്കാൻ വേണ്ടി മാത്രം നിങ്ങളുടെ ഈ ജോലിയുടെ കാര്യത്തിൽ ഞാൻ ചില വിട്ടുവീഴ്ചകൾ ചെയ്തു തന്നിട്ടുള്ളത്. പക്ഷേ ഈ ഇളവുകൾ ഒരുപാട് നാളത്തേക്കൊന്നും കിട്ടിയെന്ന് വരില്ല. എപ്പം നിർത്താൻ പറയുന്നോ അപ്പം നിർത്തി പോവേണ്ടി വരും. ഈ ജീവിതവും അത് തന്നെയല്ലേ മാഡം? ഒടയ തമ്പുരാൻ എപ്പം നിർത്താൻ ആഗ്രഹിക്കുന്നോ അപ്പൊ വെട്ടിപ്പിടിച്ചതും പിടിച്ചു വാങ്ങിച്ചതും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തുനിന്ന് സുല്ല് പറഞ്ഞ് പൊടിയും തട്ടി പോണ്ടേ? അങ്ങനെ നോക്കുമ്പോ ഈ ജോലി പോകുന്നത് എത്ര നിസ്സാരം. ജോലി പോയാൽ വേറെ ജോലി കിട്ടും. പക്ഷെ ജീവൻ പോയാ അതൊരു പോക്ക. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എന്നേക്കുമായിട്ടുള്ളൊരു പോക്ക്.